ചട്ടിയിലിരിക്കുന്ന മീൻ ഏത് പരിപാടി നോക്കാം. എന്തായാലും ചട്ടിയിൽ ഒട്ടിയില്ല കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ കൂടി പിടിച്ചിട്ട് വരുന്നുണ്ട്. നല്ല പരിപാടി, നല്ല പരിപാടി. കറക്റ്റ് മതിയോ? ഇനി ഇതിലേക്ക് കടുക് വറക്കാം. അത് എടുത്ത് മാറ്റിയിട്ട് പോലെ ഇങ്ങനെ എന്താ പറയാ, എല്ലാം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുക. ഇതിനാ ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു മണവും ഗുണവും ഒക്കെ ഉണ്ട്. ഇനി ഇത് കടുക് വറുക്കുക. വേണമെങ്കിൽ ചില രീതിയിൽ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് തൂക്കി, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിതിന് കുറച്ച് എണ്ണ കൊഴിപ്പിക്കല്ലേ, കുറച്ച് കാണാനൊരു ഭംഗിയാക്കാം. ഉലുവാണോ? ഉലുവ അതിലിട്ടിട്ടുണ്ട്. ഡയറക്റ്റ് സ്റ്റൗവിലോട്ടാക്കിയ കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ അത് ആദ്യം കട്ട് ചെയ്ത് വെച്ച് രണ്ടുള്ളി മതി അല്ലേ? രണ്ട് ചെറിയ ഉള്ളി അതൊന്ന് മൂപ്പിക്കാം. വേഗം ആയിക്കോളും. നല്ല തീ കൊണ്ട് നല്ല ചൂടായിട്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇടാം. 2 വറ്റൽമുളകിനെ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ അങ്ങോട്ട് ഇടാം. ഇനി കറിവേപ്പിലയും കൂടി ഇടാം. നമ്മുടെ ടോപ്പിങ്സ് ഒക്കെ ആയി. ഇനി സെർവ് ചെയ്ത് കുറച്ചോ. ആവിയൊക്കെ ചൂടായി. ഇങ്ങനത്തെ പോട്ടർ പ്ലേറ്റ്സ് ഒക്കെ നമ്മളിപ്പോൾ ഒരുപാട് ഷെഫ്സ് അല്ലെങ്കിൽ ഒരുപാട് ഹോട്ടൽസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഈ വിദേശികളൊക്കെ ഒന്ന് ആകർഷിക്കാനും അവർക്കൊക്കെ എന്താ ഗോഡ്സ് ഓൺ കൺട്രിയുടെ ഗോഡ്സ് ഓൺ പ്ലേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല. എർത്തൻ പോട്ട്സ് ആണ്, അത് ഭയങ്കര വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ ഒക്കെ ഏറ്റവും പറ്റും ശരിക്കും പറഞ്ഞാൽ കൂടുതൽ അറിയാവുന്നത് മലയാളികൾക്കാരും വിദേശികൾക്കാണ്. പക്ഷേ അവരിതൊക്കെ വന്ന് എല്ലാവരും ഡീറ്റെയിൽ ഒക്കെ ചോദിക്കും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ മുമ്പ് ഒരിക്കൽ ഒരു യാത്രയിൽ വന്ന ഒരു ലേഡി ചോദിച്ചതാണ്, നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്നിറങ്ങി അപ്പം തൊട്ട് കാണുക കടൽ പ്രദേശത്തും കുന്നുപ്രദേശത്തും തിട്ടയുള്ള സ്ഥലത്തും എല്ലായിടും നിറയെ കോക്കനട്ട് ട്രീസ്, അതായത് തേങ്ങ കായ്ക്കുന്ന തെങ്ങുണ്ട്. എന്തുകൊണ്ടാണിത്? ഇവിടുത്തെ മണ്ണിൻ്റെ എന്ത് പ്രത്യേകത കൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഒരുപോലെ തെങ്ങ് വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലെ മലയാളികൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ കണ്ട് മാത്രമേ അവർ ചോദിച്ച കാര്യം. ഞാൻ വഴി മുഴുവനും അതാ നോക്കിക്കൊണ്ടിരുന്നത്, നിങ്ങളുടെ നാട്ടിൽ എല്ലായിടത്തും തെങ്ങുണ്ടല്ലോ, അപ്പോൾ ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്തെന്നാണ് അവർ ചോദിച്ചത്. അതുപോലെ തന്നെ മണ്ണിൻ്റെ നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകത ഇങ്ങനത്തെ മൺചട്ടിയിലുണ്ടാക്കുന്നത്. അതാണെങ്കിൽ പണ്ടുള്ള അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും നല്ല ആരോഗ്യം. അപ്പം നമ്മൾ ചെയ്തുകൊണ്ട് വന്നത് ഇപ്പം വിദേശ കഥകളല്ല, നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത് വറുത്തരച്ച മീൻ കറിയാണ്. ഈ മീൻ കറി ചട്ടിയിലോട്ട് ഈ പരുവത്തിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറേ കടമ്പ കടന്നിരുന്നു. അതെന്താണെന്ന് ഞാൻ ഒന്നും കൂടെ എളുപ്പം ചുരുക്കി പറയാം. കേൾക്കാത്തവരും ഇടയ്ക്ക് വെച്ച് കാണുന്നവരും എപ്പിസോഡിൻ്റെ അവസാനം എത്തിയവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ. ഇത് നല്ല ദശകൾ നോക്കി കുറച്ച് മീൻ എടുക്കാം. മുള്ളൊന്നും അധികം ഇല്ലാത്ത പക്ഷെ കുറച്ച് ദശയുടെ നല്ല കഷ്ണങ്ങൾ ഒരുപോലെ മുറിച്ചെടുത്തത് വൃത്തിയാക്കി അത് മാറ്റി വെച്ചിരുന്നു. എന്നിട്ട് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ നാളികേരം ഒരു അരമുറി തേങ്ങ ചുവണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു പാനിലെടുത്തു. അതിലൊരു 2 സ്പൂണോളം കുറച്ച് വെളിച്ചെണ്ണ, 2 ടീസ്പൂൺസാണ് എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. തേങ്ങ ഒരു പകുതി പരുവം, അതായത് പകുതി ബ്രൗണും പകുതി വൈറ്റും ഇട്ടിരിക്കുന്ന ആ ഒരു നിറം വരുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ സീമ ഉള്ളി, കുഞ്ഞുള്ളി 2 ഇട്ടു. കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം, ഒരു 6-7 അല്ലേ, ഒരു അരപ്പോട് മൊത്തം ഇരിക്കുന്ന ഉള്ളിയുടെ പകുതിയും വേണം. അത്രയും വെളുത്തുള്ളി എടുത്തിട്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇത് നല്ല ബ്രൗൺ കളറാവണം. നന്നായിട്ട് തേങ്ങ മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്തു. ഉലുവ ഇട്ടു, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടു. ഉലുവയും കൂടെ ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി. 2 സ്പൂൺ മുളക് പൊടി ചേർക്കാൻ കാരണം ഇത് എരിവില്ലാത്ത മുളക് പൊടിയായിരുന്നു, കാശ്മീരി ചില്ലി പൗഡറായിരുന്നു. അപ്പോൾ അതിന് അധികം എരിവില്ല, നിറം കിട്ടുകയുള്ളൂ. പക്ഷെ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാൽ മതി. ഇതിന് ലേശം മഞ്ഞൾപ്പൊടി,
2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കാം. ഇളക്കി നല്ല മൂത്ത് ബ്രൗൺ കളർ, നല്ല ഡീപ്പ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിന് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് വെച്ചാൽ നല്ല മഷി പോലെ എന്നൊക്കെ പണ്ടുള്ള അമ്മമാർ പറയും. നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് എത്രത്തോളം അറിയാൻ പറ്റും അത്രയും അരച്ചെടുത്ത് ആ ഇത് മാറ്റി വയ്ക്കാറുണ്ട്. അതേസമയം നമ്മൾ മീൻ ചട്ടി എടുത്തു. മീൻ ചട്ടിയിൽ നമ്മൾ ആ മീനിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ ഇട്ടു. മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ അരപ്പ്, ഈ മിക്സിയിലുണ്ടായിരുന്ന അരപ്പ് അതുപോലെ ഫുൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മൊത്തം ചാലിച്ചെടുത്ത് അതിലേക്ക് മീനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് പുളിവെള്ളത്തിൽ നമ്മൾ അത് വാളംപുളിയാവാം അല്ലെങ്കിൽ തേൻപുളിയാവാം. ഇത് വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് ചാലിച്ച് വെച്ചിട്ട് അതൊന്ന് സ്ക്വീസ് ചെയ്ത് പുളി മാറ്റിയിട്ട് അതിൻ്റെ നീര് മാത്രം അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് നമ്മൾ വേവിക്കണം. 10 മിനിറ്റ് മീനിനേക്കാളും അധികം വേവില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മീനൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചട്ടി എങ്ങനെ എടുത്തിപ്പോഴത്തേക്ക് മാറ്റിയതിന് ശേഷം നമ്മളൊരു ചെറിയ ചീനിച്ചട്ടി വീണ്ടും എടുക്കും. ചിലവരെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് 2 രീതിയിൽ തീർക്കാം. ഒന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേലിലേക്ക് തൂക്കി കഴിഞ്ഞാൽ അത് തീർന്നു. ഇല്ലെങ്കിൽ ഒരു ചെറിയ ചീനിച്ചട്ടി എടുക്കാം, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലേശം നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് 2 ചെറിയ സീമ ഉള്ളി കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് 2 വറ്റൽമുളക് നടുകെ കീറിയിട്ട് അതും ഇട്ട് അതൊന്ന് മൂപ്പിക്കാം. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ എടുത്ത് നിറയെ കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ടിട്ട് കരിവേപ്പില ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ എണ്ണയും എന്താ പറയുക എല്ലാം കൂടെ നമ്മൾ മീനിൻ്റെ മേലിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് അതൊരു ചെറിയ നമ്മുടെ നാടൻ രീതി കാണിക്കാണ്ട് നമ്മളൊരു ചെറിയ ചട്ടിയിലോട്ടാക്കിയതാണ് ഈ വറുത്തരച്ച മീൻ കറി. തീർച്ചയായിട്ടും കൊതി ഊർന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. സവിത ഇത് കേട്ട് മനസ്സിലാക്കിയെന്നും അറിയാം. സവിതയുടെ കൂടെ എല്ലാ പ്രേക്ഷകർക്കായിട്ട് വറുത്തരച്ച മീൻ കറി.